സൗമ്യ വധക്കേസിൽ പ്രോസിക്യൂഷന് സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം. വിചാരണക്കാലത്ത് പ്രോസിക്യൂഷൻ വരുത്തിയത് ഗുരുതര വീഴ്ചയെന്ന് സുപ്രീം കോടതി. സാക്ഷിമൊഴിയുടെ അടിസ്ഥാനത്തിലാണ് വധശിക്ഷ റദ്ദാക്കിയത്. കുറ്റം ചെയ്തുവെന്ന് 101% ഉറപ്പുണ്ടെങ്കിലേ വധശിക്ഷ നൽകാനാകൂ എന്നും സുപ്രീം കോടതി. കേസ് ഈ മാസം 17 വീണ്ടും പരിഗണിക്കും. സന്തോഷ് സർലിംഗ് വിവരങ്ങളുമായി ചേരുകയാണ്. സന്തോഷ്, എന്തൊക്കെയാണ് ഈ ഘട്ടത്തിൽ കോടതി പറഞ്ഞത്? ജിംഷാദ്, സൗമ്യ കേസിൽ ഗോവിന്ദചാമിയുടെ വധശിക്ഷ ഒഴിവാക്കിയ വിധിന്യായത്തിനെതിരെ സമർപ്പിച്ച പുനഃപരിശോധനാ ഹർജിയിൽ തുറന്ന കോടതിയിൽ ഇന്ന് വാദം ആരംഭിച്ചു. തുടർവാദം 17-ാം തീയതിയിലേക്കും സുപ്രീം കോടതി നീട്ടിയിട്ടുണ്ട്. ഇന്ന് നടന്ന വാദത്തിനിടയിൽ സുപ്രീം കോടതി നിർണായകമായ ചില സംശയങ്ങളും ചില ചൂണ്ടിക്കാട്ടലുകളും നടത്തി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കീഴ്ക്കോടതിയിൽ നടന്ന വിചാരണ കാലയളവിൽ സൗമ്യ കേസിൽ ചില വീഴ്ചകൾ പറ്റിയിട്ടുണ്ട്. അതിലെ ലൂപ്പ് ഹോളുകൾ സുപ്രീം കോടതി എടുത്തു പറഞ്ഞു. വിചാരണ കാലയളവിൽ അംഗീകരിക്കപ്പെട്ട ഒരു സാക്ഷിമൊഴി കുറ്റപത്രത്തിൽ സുപ്രീം കോടതിയുടെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. ഇതുപ്രകാരം സൗമ്യ ട്രെയിനിൽ നിന്ന് ചാടി രക്ഷപ്പെട്ടു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു ഒരു സാക്ഷി. നിയമവശങ്ങൾ പരിശോധിച്ചാൽ ഈ സാക്ഷിമൊഴി പ്രധാനം തന്നെയാണ്. സാക്ഷിമൊഴികളും ശാസ്ത്രീയ വസ്തുതകളും അംഗീകരിച്ചു മാത്രമേ കാര്യങ്ങൾ നിയമത്തിൽ അംഗീകരിക്കാൻ പറ്റുകയുള്ളൂ. ഈ കേസിലാകട്ടെ 100% ഉറപ്പ് ഗോവിന്ദചാമി വധശിക്ഷ നടത്തി എന്ന കാര്യത്തിൽ ഇപ്പോൾ നൽകാനാകില്ല. ആ സംശയത്തിന്റെ ബലത്തിലാണ് ഗോവിന്ദചാമിയുടെ വധശിക്ഷ ഒഴിവാക്കിയത്. ഇക്കാര്യത്തിൽ ഇപ്പോഴും ആ സംശയം നിലനിൽക്കുന്നു. പ്രധാനപ്പെട്ടത് മുറിവ് പറ്റി, ആ മുറിവാണ് മരണകാരണം എന്നൊക്കെ ഡോക്ടർമാർ പറയുന്നുണ്ട്. ഡോക്ടർമാർ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം സൗമ്യ ഗോവിന്ദചാമിയാൽ ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടിരിക്കുന്നു. പിന്നീട് സൗമ്യയെ വധിച്ച ഗോവിന്ദചാമി തന്നെ. പക്ഷേ അത്തരം ഡോക്ടർമാരുടെ നിലപാടുകൾ അഭിപ്രായ പ്രകടനങ്ങളായി മാത്രമേ എടുക്കാൻ കഴിയുകയുള്ളൂ. നിയമവശങ്ങൾ പരിശോധിച്ചാൽ സാക്ഷിമൊഴികൾ വേണം. ഇവിടെയാകട്ടെ ആകെയുള്ള ഒരു ദൃക്സാക്ഷി പറയുന്നത് ട്രെയിനിൽ നിന്ന് ചാടി രക്ഷപ്പെട്ടു എന്ന് കണ്ടതാണ്. ആ സംശയമാണ് ഇപ്പോൾ ഗോവിന്ദസ്വാമിക്ക് അനുകൂല്യം വധശിക്ഷയുടെ രക്ഷപ്പെടാനുള്ള അവസരം ഒരുക്കിയെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. അതിനോടൊപ്പം തന്നെ സുപ്രീം കോടതി പറഞ്ഞു, തെറ്റ് ചെയ്യുകയാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തെറ്റ് ചെയ്തു എന്ന് കണ്ടെത്തിയാൽ അത് തിരുത്താൻ സുപ്രീം കോടതിക്ക് ഒരു മടിയുമില്ല. ഇക്കാര്യത്തിലും ഇതും നിയമത്തിന്റെ ഭാഗം തന്നെയാണ്. ഇക്കാര്യത്തിൽ കൂടുതൽ വാദമുണ്ടെങ്കിൽ കേൾക്കാമെന്നും അറിയിച്ചു. അത് പ്രകാരം കേസ് 17-ാം തീയതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. തീർച്ചയായും ഈ പുനഃപരിശോധനാ ഹർജിയിന്മേലുള്ള തുറന്ന കോടതിയിലെ വാദം തന്നെ അപൂർവമാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ഒക്കെ നിയമപരമായ നീക്കം അവിടെ വിജയം കണ്ടു. പക്ഷേ ഇന്ന് പുനഃപരിശോധനാ ഹർജിയിൽ എന്തൊക്കെ വ്യത്യസ്തമായി വിധികളിലേക്ക് എത്താം? നിയമവിദഗ്ധർ അതേ സംബന്ധിച്ച് എന്തൊക്കെയാണ് പറയുന്നത്? പ്രത്യേകിച്ച് കേരളം വളരെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന കേസ് എന്നുള്ള നിലയിൽ കൂടി. സന്തോഷ്. ജിംഷാദ് ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ഇന്ന് പുനഃപരിശോധനാ ഹർജി എടുത്തപ്പോൾ തന്നെ, അല്ലെങ്കിൽ ഇന്ന് വാദം കേൾക്കാം എന്ന് സുപ്രീം കോടതി പറഞ്ഞപ്പോൾ തന്നെ പൊതുവെ നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിച്ചത് അത് ഒരു പ്രാഥമിക വാദം കേട്ടിട്ട് ഈ പുനഃപരിശോധനാ ഹർജിയിൽ തുടർവാദം കേൾക്കണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു പ്രാഥമിക വാദമാണ്. ഈ വാദം ഇന്ന് കേട്ടതിന് ശേഷം പൂർണ്ണമായും ഹർജി തള്ളും എന്നായിരുന്നു. പക്ഷെ സുപ്രീം കോടതി അത് തള്ളിയില്ല. പകരം തുടർവാദം കേൾക്കാം എന്ന് പറഞ്ഞു. അത് തന്നെ അപൂർവം. കാരണം പുനഃപരിശോധനാ ഹർജിക്കെതിരെയുള്ള ഒരു വാദം തുറന്ന കോടതി കേൾക്കുക, അത് അടുത്ത ദിവസം വീണ്ടും കേൾക്കാം എന്ന സുപ്രീം കോടതി നിലപാടെടുക്കുക, അത് തന്നെ വളരെ പ്രധാനം. സർക്കാർ നടത്തിയ ദില്ലി കേന്ദ്രീകരിച്ച നീക്കങ്ങളുടെ ഒരു വിജയം എന്ന് പറയാം. പിന്നെ രണ്ടാമത്തേത്, ഈ കേസിൽ അറ്റോർണി ജനറലിനെയാണ് സുപ്രീം കോടതി സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയത്. പക്ഷെ അനാരോഗ്യം കാരണം അദ്ദേഹത്തിന് കോടതിയിൽ എത്താനായില്ല. ഇന്നലെ സുപ്രീം കോടതിയിൽ ഇക്കാര്യം സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാട്ടിയിരുന്നു. പക്ഷേ എന്നിട്ട് പോലും സുപ്രീം കോടതി പറഞ്ഞതാണ് വാദം മാറ്റിവെക്കാനാകില്ല, അതിന് പകരം മറ്റേതെങ്കിലും മുതിർന്ന അഭിഭാഷകൻ. അങ്ങനെയാണ് രാജ്യത്തെ പ്രമുഖ ക്രിമിനൽ അഭിഭാഷകനായ KTS തുളസി ഈ കേസിൽ കൊണ്ടുവന്നത്. അദ്ദേഹം ഇന്ന് സുപ്രീം കോടതിയിൽ വാദം നടത്തിയപ്പോൾ പ്രധാനമായി എടുത്തു പറഞ്ഞ ശാസ്ത്രീയ തെളിവുകളാണ്. മുഖമിടിച്ചാണ് സൗമ്യ വീണത്. സാധാരണ രക്ഷപ്പെടാനുള്ള ശ്രമമാണെങ്കിൽ മുഖമിടിച്ച് വീഴില്ലല്ലോ എന്ന ചോദ്യം തന്നെ പ്രോസിക്യൂഷൻ ഇന്ന് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉയർത്തി. പക്ഷെ ഇതൊരു ഡോക്ടർ, പക്ഷെ ഇത്തരം ശാസ്ത്രീയവാദങ്ങളെക്കാൾ ഏറെ ദൃക്സാക്ഷിയാണ് പലപ്പോഴും നിയമത്തിൽ പ്രധാനമാവുക എന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. അങ്ങനെയുള്ളൊരു ദൃക്സാക്ഷിയെ നിങ്ങൾ നേരത്തെ തന്നെ വിചാരണ കാലയളവിൽ അംഗീകരിച്ചിട്ടുമുണ്ട്. ആ ദൃക്സാക്ഷി പറയുന്നത് സൗമ്യ ചാടി രക്ഷപ്പെട്ടു എന്നാണ്. അങ്ങനെയെങ്കിൽ സൗമ്യയെ തള്ളിയിട്ടു എന്നത് അംഗീകരിക്കാനാകില്ല. എന്ന് മാത്രമല്ല, ഗോവിന്ദസ്വാമി ഒറ്റ കയ്യനാണ്. അമിത ബലപ്രയോഗം നടത്താനുള്ള ശാരീരിക ശേഷി എങ്ങനെ ഗോവിന്ദസ്വാമി കിട്ടി എന്ന സംശയങ്ങളും ഇന്ന് സുപ്രീം കോടതി ഉയർത്തുകയുണ്ടായി. തീർച്ചയായും സന്തോഷ് സർലിംഗാണ് വിവരങ്ങൾ നൽകിയത്. അനുകൂലമായ ചില ഘടകങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് നിയമവിദഗ്ധരെ ഉദ്ധരിച്ച് സന്തോഷ് സർലിംഗും റിപ്പോർട്ട് ചെയ്തത്. സുപ്രീം കോടതിയിൽ നിന്നും നീതി ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷയെന്ന് സൗമ്യയുടെ അമ്മ സുമതിയും പ്രതികരിച്ചു. സുപ്രീം കോടതി എന്തായാലും എനിക്ക് നീതി കിട്ടും, അതെനിക്ക് വിശ്വാസമുണ്ട്. കാരണം ആ ഒരു വിശ്വാസത്തിൽ തന്നെയാണ് ഞാൻ മുന്നോട്ടിരിക്കുന്നത്.
എൻ്റെ മോളെ ഇത്രയും ക്രൂരമായി ഇങ്ങനെയെല്ലാം ചെയ്ത് കൊലപ്പെടുത്തിയ ഒരുത്തന് വേണ്ടിയിട്ട് സുപ്രീം കോടതി ഒരിക്കലും കൂട്ടുനിൽക്കില്ല. എൻ്റെ മകൾക്ക് നേരെ വിധി നല്ല രീതിയിൽ തന്നെ കിട്ടും എന്നുള്ള ആ ഒരു പ്രതീക്ഷ തന്നെയാണ് ഞാൻ ഇപ്പോഴും ഇരിക്കുന്നത്. ഇടുക്കി തോപ്രാംകുടിക്ക് സമീപം കാറും ബസും കൂട്ടിയിടിച്ച് മരണം 5 മരിച്ചത് ഷിജോ അച്ചാമ, ഷൈജു, ജൈനമ്മ, 1.5 വയസ്സുകാരൻ ഐവാൻ എന്നിവരാണ്. വിവരങ്ങളുമായി ലെസ്ലി ജോൺ ചേരുന്നു. ലെസ്ലി, വിവരങ്ങൾ, വിശദാംശങ്ങൾ. അജിംഷാദ്, മുരിക്കാശ്ശേരിയിൽ എത്തിയ കുടുംബം തിരിച്ചു മടങ്ങുന്ന സമയത്താണ് അപകടമുണ്ടായത്. ഇവർ സഞ്ചരിച്ചിരുന്ന കാറ് എതിരെ വന്ന സ്വകാര്യ ബസ്സുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടം വലിയ ദുരന്തം തന്നെയായ ആണ്. 5 പേരാണ് അപകടത്തിൽ മരണമടഞ്ഞത്. കാറിന്റെ ഡ്രൈവറായ ഷിജോ, അച്ചാമ, ഷൈജു, ജൈനമ്മ, 1.5 വയസ്സുകാരൻ ഐവാൻ എന്നിവരാണ് മരിച്ചിരിക്കുന്നത്. ഇവർ കാഞ്ഞിരപ്പള്ളി കൊച്ചുപറമ്പിൽ വീട്ടിൽ ഉള്ളവരാണ്. ഈ ഒരു കുടുംബത്തിലെ 5 അംഗങ്ങളാണ് മരിച്ചിരിക്കുന്നത്. നിരവധി പേർക്ക് പരിക്കുകൾ ഏറ്റിട്ടുണ്ട്. ഇവരെ സമീപ പ്രദേശത്തുള്ള ആശുപത്രിയിലും കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിലുമാണ് പ്രവേശിച്ചിരിക്കുന്നത്. ഇടിയുടെ ആഘാതത്തിൽ പൂർണ്ണമായും തകർന്ന കാറ് നാട്ടുകാരും രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടവരും വെട്ടിപ്പൊളിച്ച ശേഷമാണ് പരിക്കേറ്റവരെയും മൃതദേഹങ്ങളും വെളിയിലേക്ക് എടുത്തത്. പോലീസ് സംഭവ സ്ഥലത്തേക്ക് എത്തുകയും തുടർന്ന് കട്ടപ്പനയിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് പിന്നീടുള്ള രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയത്. റോഡിന്റെ വീതി കുറവും ബസിന്റെ അമിതമായ വേഗതയുമാണ് ഇത്തരത്തിലേക്ക് അപകടത്തിലേക്ക് കലാശിച്ചത് എന്നാണ് ദൃക്സാക്ഷികളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അപകടത്തിൽ 5 പേർ മരണപ്പെട്ടിട്ടുണ്ട്. അജിംഷാദ്. ശരി, ലെസ്ലി ജോണാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. BCCIക്ക് തടയിട്ട് സുപ്രീം കോടതി. ലോധ റിപ്പോർട്ട് അംഗീകരിച്ച് സത്യവാങ്മൂലം നൽകണമെന്ന് സുപ്രീം കോടതി. അസോസിയേഷനുകൾക്ക് പണം കൈമാറരുതെന്നും സുപ്രീം കോടതി. വിവരങ്ങളുമായി മനു ശങ്കരൻ ചേരുന്നു. മനു, എന്തൊക്കെയാണ് BCCIക്കെതിരെ സുപ്രീം കോടതി നിലപാടെടുത്തത്? അജിംഷാദ്, എന്തായാലും BCCI കൂടുതൽ കുരുക്കിലേക്ക് നയിക്കുകയാണ് സുപ്രീം കോടതി. ലോധ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കും വരെ അസോസിയേഷനുകൾക്ക് പണം കൈമാറുന്നത് നിലവിൽ മരവിപ്പിച്ചുകൊണ്ടുള്ള ഒരു നിലപാടാണ് സുപ്രീം കോടതി സ്വീകരിച്ചിരിക്കുന്നത്. ഈ ലോധ കമ്മിറ്റി നിർദ്ദേശങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കുന്നത് വരെ അസോസിയേഷനുകൾക്ക് പണം കൈമാറേണ്ട എന്നാണ് സുപ്രീം കോടതി ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിനോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. നിലവിൽ ജസ്റ്റിസ് RM ലോധ സമിതിയുടെ ശുപാർശകൾ പൂർണ്ണമായി നടപ്പാക്കാൻ BCCIക്ക് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ഇത് പൂർണ്ണമായി നടപ്പാക്കാൻ സാധിക്കില്ലെന്ന BCCIയുടെ വാദത്തിന് പിന്നാലെയായിരുന്നു ഇപ്പോൾ വീണ്ടും സുപ്രീം കോടതിയുടെ നടപടി. കേസിൽ വീണ്ടും ഒക്ടോബർ 17 വാദം കേൾക്കും. ലോധ സമിതി നിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ട് BCCI പ്രസിഡന്റ് അനുരാഗ് ഠാക്കൂർ ICC ചെയർമാനുമായി നടത്തിയ സംഭാഷണങ്ങൾ ഉൾപ്പെടുത്തി സ്വകാര്യ സത്യവാങ്മൂലം സമർപ്പിക്കണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ചീഫ് ജസ്റ്റിസ് TS ഠാക്കൂർ അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ് നിലവിൽ ഈ നിർദ്ദേശം പുറപ്പെടുവിച്ചത്. ശുപാർശകൾ നടപ്പാക്കാൻ ആവശ്യമെങ്കിൽ നിലവിലെ ഭരണസമിതി തന്നെ പിരിച്ചുവിടുമെന്നും മറ്റൊന്നിനെ സ്വന്തം നിലയ്ക്ക് നിയോഗിക്കാൻ മടിക്കില്ലെന്ന് നേരത്തെ കോടതി മുന്നറിയിപ്പ് നൽകിയിരുന്നു. ശുപാർശകൾ നിരുപാധികം നടപ്പാക്കുകയും സംസ്ഥാന അസോസിയേഷനുകൾക്കുള്ള ഫണ്ട് വിതരണം നിർത്തിവെക്കുകയും ചെയ്യുമെന്ന് ഉറപ്പ് നൽകണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം. അംഗീകരിക്കുക ബുദ്ധിമുട്ടാണെന്നായിരുന്നു BCCIക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാട്ടിയിരുന്നത്. എന്നാൽ ഈ വാദങ്ങളെല്ലാം കോടതി പൂർണ്ണമായി തള്ളിക്കളഞ്ഞു. ഒക്ടോബർ 17 അന്തിമമായി കേസിൽ വീണ്ടും വാദം കേൾക്കും. അതിനാൽ നിലവിൽ BCCIയെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് സുപ്രീം കോടതി എത്തിക്കുകയാണ്. നിലവിൽ എന്തായാലും ഈ RM ലോധ കമ്മിറ്റി ഈ നിർദ്ദേശങ്ങൾ പൂർണ്ണമായി നടപ്പാക്കാതെ BCCIക്ക് നിർവാഹമില്ല എന്ന സ്ഥിതിയിലേക്ക് സുപ്രീം കോടതി നിലവിലെ ഉത്തരവുകൾ പുറപ്പെടുവിക്കുകയാണ്. അജിംഷാ. ശരി, മനു ശങ്കരനാണ് വിവരങ്ങൾ നൽകിയത്. വാർത്തകളിലേക്ക്. സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിൽ അമിത ഫീസ് ഈടാക്കിയ വിഷയത്തിൽ ഹൈക്കോടതി തീരുമാനമെടുക്കട്ടെ എന്ന് സുപ്രീം കോടതി. കരുണ, കണ്ണൂർ, KMCT മെഡിക്കൽ കോളേജുകൾക്ക് അമിത ഫീസ് നിരക്ക് ഈടാക്കുന്നത് ചൂണ്ടിക്കാട്ടി സർക്കാർ നൽകിയ കേസിലാണ് സുപ്രീം കോടതി നിലപാട് കൈക്കൊണ്ടത്. പ്രവേശനം അവസാനിക്കാനിരിക്കെ കോളേജുകൾക്കെതിരെ നൽകിയ ഹർജി പരിഗണിക്കാനാകില്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. സ്വാശ്രയ കേസ് വേഗത്തിലാക്കാൻ ഹൈക്കോടതിയിൽ അപേക്ഷ നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് ഹൈക്കോടതി അന്തിമമായിട്ട് ഇത് 10 ലക്ഷമാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഹൈക്കോടതിയുടെ തന്നെ അന്തിമ വിധി വരട്ടെ എന്നാണ്. ഇത് വേഗത്തിൽ തന്നെ ഈ കാര്യത്തിൽ അന്തിമമായ നിലപാടെടുക്കണമെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ അതിനായിട്ട് പോകും. അതായത് ഇത് അന്തിമ വിധിയല്ല എന്നതാണല്ലോ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിട്ട് നമ്മളിപ്പോൾ ഇവിടെ നിശ്ചയിച്ചിട്ടുള്ള ഫീസ് നിരക്കിൽ തന്നെ ഈ കോളേജുകളും വരണമെന്നാണ് ഞങ്ങൾ കാണുന്നത്. അതാണ് സംസ്ഥാന ഗവൺമെന്റ് നയമാക്കാര്യം.
സർക്കാരിനെതിരെ സമരം നടത്തുന്നവർക്ക് മുഖ്യമന്ത്രിയുടെ വിമർശനം. തോന്നിയ പോലെ ഫീസ് വാങ്ങുന്നവർക്കെതിരെ സമരക്കാർ ശബ്ദിക്കാത്തത് എന്തുകൊണ്ടെന്ന് മുഖ്യമന്ത്രി. സമരക്കാർ ഇത്തരം മാനേജ്മെന്റുകൾക്കെതിരെയാണ് സമരം ചെയ്യേണ്ടതെന്നും സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു വരികയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 10 ലക്ഷം ഫീസ് ഈടാക്കാൻ നിശ്ചയിച്ചതിനെതിരെ സുപ്രീം കോടതിയിൽ സർക്കാർ അപ്പീൽ കൊടുത്തിരിക്കുന്നു. എന്നാൽ അപ്പീലിൽ തീരുമാനം വരുന്നതുവരെ 10 ലക്ഷം ഫീസ് വാങ്ങാൻ ഇവർക്ക് 10 ലക്ഷം ഫീസാണ് തങ്ങളുടെ ഫീസ് എന്ന് പറയാൻ ഇവർക്ക് അവകാശമുണ്ട്. ഇവിടെ കുട്ടികളെ പ്രവേശിപ്പിക്കാനുള്ള ചുമതല സർക്കാരിനാണ് എന്ന് വന്നു. അത് 50% മെറിറ്റും ബാക്കി 50% നീറ്റിന്റെ ലിസ്റ്റിൽ നിന്നും വന്നല്ല. അവരൊരു കരാർ ഒപ്പിടാത്തതുകൊണ്ട് 50% സർക്കാരിനില്ല. എന്നാൽ സുപ്രീം കോടതി നിർദ്ദേശമനുസരിച്ച് ഈ കുട്ടികളെ ആകെ പ്രവേശിപ്പിക്കാനുള്ള നീറ്റിന്റെ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ പ്രവേശിപ്പിക്കാനുള്ള ബാധ്യത സർക്കാരിന് വന്നു ചേരുന്നു. ആ ജോലി സർക്കാർ ഏറ്റെടുക്കണം. കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്തെ സ്വാശ്രയ പ്രവേശനത്തിനെതിരെ വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും രംഗത്ത്. കഴിഞ്ഞ വർഷം MBBSന് മെറിറ്റിൽ പ്രവേശനം ലഭിച്ചത് 2101 വരെയുള്ള റാങ്കുകാർക്കായിരുന്നു. എന്നാൽ ഇത്തവണ 2600 വരെയുള്ള റാങ്കുകാർക്ക് പ്രവേശനം ലഭിച്ചു. UDF സർക്കാരാണ് സ്വാശ്രയ പ്രവേശനം കച്ചവടമാക്കിയതെന്ന് രക്ഷകർത്താക്കൾ പറയുന്നു. ബഹുഭൂരിപക്ഷം സ്വാശ്രയ മെഡിക്കൽ കോളേജുകളുമായി കരാറുണ്ടാക്കി കൂടുതൽ വിദ്യാർത്ഥികൾക്ക് മെഡിക്കൽ പ്രവേശനം ഉറപ്പാക്കിയ LDF സർക്കാരിനെതിരെ സമരം ചെയ്യുന്ന UDFന്റെ മുൻകാല സ്വാശ്രയ പ്രവേശന നടപടികളെ തുറന്നുകാട്ടുകയാണ് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും. മുൻവർഷം സംസ്ഥാന പ്രവേശന പരീക്ഷാ ലിസ്റ്റിൽ നിന്നും 2101 റാങ്ക് വരെയുള്ളവർക്കാണ് MBBS പ്രവേശനം ലഭിച്ചത്. എന്നാൽ ഈ സർക്കാർ കൂടുതൽ മാനേജ്മെൻറ്റുകളുമായി കരാർ ഒപ്പിട്ടതിലൂടെ 2600 റാങ്ക് വരെയുള്ളവർക്ക് ഇത്തവണ പ്രവേശനം ലഭിച്ചു. കഴിഞ്ഞ തവണ UDF സർക്കാർ മാനേജ്മെൻറ്റുകളുമായി ഒത്തുകളിക്കാതിരുന്നുവെങ്കിൽ തങ്ങളെപ്പോലെയുള്ള നിരവധി കുട്ടികൾക്ക് MBBS പഠനം യാഥാർത്ഥ്യമാകുമായിരുന്നുവെന്ന് 2139 റാങ്കുകാരിയായ അക്ഷര പറയുന്നു. ഞങ്ങൾക്ക് അർഹത, ഞങ്ങളുടെ സ്വപ്നങ്ങളൊന്നും അവർ കണക്കിൽ പോലും എടുക്കാതെ കൺസിഡർ ചെയ്യാതെ അറ്റ്ലീസ്റ്റ് അവർക്ക് 50 സീറ്റ്സ് ഈ 2.5 കഴിഞ്ഞ തവണ അവർക്ക് തരായിരുന്നു. അത് ആ ഗവൺമെന്റ് തന്നെ പിടിപ്പിക്കുകയാണ്. ഇപ്പോൾ സർക്കാരിനെതിരെ UDF നടത്തുന്ന സമരത്തെക്കുറിച്ചും അക്ഷര പ്രതികരിക്കാതിരുന്നില്ല. ഇത്തവണ ഈ കാണിക്കുന്നതിന്റെ ഒരു പകുതി കാണിച്ചിരുന്നെങ്കിൽ കഴിഞ്ഞ തവണ 2.5 ലാക്ക് പോട്ടെ ഒരു 3 ലാക്കിനാണെങ്കിലും ഇവർ ഒരു 50% ഗവൺമെന്റ് സീറ്റ് അർഹതയുള്ള സീറ്റ് അത് ഇവർക്ക് കൊടുക്കാൻ കഴിയാത്ത അത്ര ഇൻഎഫിഷ്യന്റ് ഒരു ഗവൺമെന്റ് ഇത്തവണ ഇത്രയും ഒരു 2.5 ലാക്കിൽ വന്നു എന്ന് പറഞ്ഞിട്ട് ഇത്രയും ബഹളം. കാരണം പാവപ്പെട്ട കുട്ടികൾക്ക് അത് കുറച്ച് കൊടുക്കുന്നുണ്ട്, സ്കോളർഷിപ്പ് നൽകുന്നുണ്ട്, എന്നിട്ടും ഇത്രയും ബഹളം വെക്കുന്ന എന്ത് യോഗ്യതയാണ് ഇവർക്കുള്ളത്? കഴിഞ്ഞ UDFന്റെ കാലത്ത് സർക്കാർ സീറ്റുകൾ മാനേജ്മെന്റുകൾ തട്ടിയെടുത്തതിന് പിന്നിൽ കോഴ ഇടപാട് നടന്നിട്ടുണ്ടെന്നും രക്ഷിതാക്കൾ ആരോപിക്കുന്നു. ഈ മാനേജ്മെന്റിന്റെ കോഴ വാങ്ങിച്ചു എന്ന് തന്നെയാണ് ഞാൻ ഉറപ്പിച്ച് പറയുന്നത്. കാര്യം ഈ സീറ്റ് കൊടുക്കാൻ ഇത് കച്ചവടമാക്കാൻ വേണ്ടി താരതമ്യേന ഉള്ള ഒരു ഫീസ് വർധന മാത്രമേ മെറിറ്റ് സീറ്റിൽ ഇപ്പോൾ സർക്കാർ വരുത്തിയിട്ടുള്ളൂ എന്നും അത് വിദ്യാർത്ഥികൾക്ക് താങ്ങാവുന്നതാണെന്നും രക്ഷിതാക്കൾ വ്യക്തമാക്കുകയാണ്. സ്വാശ്രയ പ്രവേശനം കച്ചവടമാക്കിയ UDF ഇപ്പോൾ സമരം നടത്തി ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണെന്നും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ചൂണ്ടിക്കാട്ടുന്നു. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. എറണാകുളം കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ ഹൗസ് സർജന്മാരും PG വിദ്യാർത്ഥികളും സമരത്തിൽ. ചികിത്സാ പിഴവിനെ തുടർന്ന് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട ഡോക്ടർമാരെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം. അതേസമയം നാളെ കൊച്ചിയിലെത്തുന്ന ആരോഗ്യമന്ത്രി സമരക്കാരുമായി ചർച്ച നടത്തും. കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ വിദ്യാർത്ഥിനി ഷംന തസ്നീം ചികിത്സയ്ക്കിടെ മരിച്ചതുമായി ബന്ധപ്പെട്ട് 2 ഡോക്ടർമാരെ സർക്കാർ സസ്പെൻഡ് ചെയ്തിരുന്നു. ചികിത്സാ പിഴവ് മൂലമാണ് വിദ്യാർത്ഥി മരിച്ചതെന്ന വകുപ്പുതല അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഡോക്ടർ ജിൽസിനെയും ഡോക്ടർ ബിനോയെയും സസ്പെൻഡ് ചെയ്തത്. എന്നാൽ ആശുപത്രിയിലെ അപര്യാപ്തത മൂലമാണ് വിദ്യാർത്ഥിനി മരിച്ചതെന്നും നിരപരാധികളായ ഡോക്ടർമാരെ തിരിച്ചെടുക്കണമെന്നും സമരം നടത്തുന്ന ഹൗസ് സർജന്മാരും PG വിദ്യാർത്ഥികളും ആവശ്യപ്പെട്ടു. ഇവരുടെ ഡോക്ടർമാർക്ക് സംസാരിക്കാനുള്ള ഒന്നും അവർ അന്വേഷിച്ചിട്ടില്ല, ചോദിച്ചിട്ടുമില്ല. അപ്പോൾ ഒരു ഭാഗത്തുനിന്ന് അവർ തന്നെ സ്വന്തമായി തീരുമാനം എടുത്ത് അങ്ങ് സസ്പെൻഡ് ചെയ്തിരിക്കുക. ഇവർ ഞങ്ങൾക്ക് പറയാനുള്ളതെന്ന് അവർ കേട്ടിട്ടില്ല. സസ്പെൻഡ് ചെയ്യപ്പെട്ടവരെ തിരിച്ചെടുക്കാൻ പ്രിൻസിപ്പലിന് അധികാരമില്ലെന്ന് സമരക്കാരെ അറിയിച്ചതായി പ്രിൻസിപ്പൽ ഡോക്ടർ VK ശ്രീകല പറഞ്ഞു. ഗവർണറുടെ ഉത്തരവും അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവും റദ്ദാക്കാനായിട്ട് പ്രിൻസിപ്പലിന് അധികാരമില്ലെന്നും ഈ വിവരങ്ങൾ മേലധികാരിയെ അറിയിച്ചിട്ടുണ്ടെന്നും സമരം ചെയ്യുന്ന ഡോക്ടർമാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത്യാഹിത വിഭാഗം ഉൾപ്പെടെയുള്ള അടിയന്തര ചികിത്സാ വിഭാഗം ഒഴിവാക്കിയാണ് ഹൗസ് സർജന്മാരും PG വിദ്യാർത്ഥികളും പണിമുടക്കുന്നത്. അതേസമയം നാളെ കൊച്ചിയിലെത്തുന്ന ആരോഗ്യമന്ത്രി KK ശൈലജ സമരക്കാരുമായി ചർച്ച നടത്തും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വാർത്തകളിലേക്ക്. കേരളത്തിലെ വനിതാ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളും കരുവള്ളൂർ സമരനായകനും ആയ AV കുഞ്ഞമ്പുവിൻ്റെ പത്നിയുമായ
കെ ദേവയാനിയുടെ പേരിൽ ഏർപ്പെടുത്തിയ പുരസ്കാരം വിപ്ലവ ഗായിക PK മേദിനിക്ക് 25,000 രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. പുരസ്കാര സമർപ്പണ തീയതി പിന്നീട് പ്രഖ്യാപിക്കുമെന്ന് കെ ദേവകി സ്മാരക ട്രസ്റ്റിന്റെ മാനേജിംഗ് ട്രസ്റ്റി അഡ്വക്കേറ്റ് കെ വിജയകുമാർ അറിയിച്ചു. IS ബന്ധം സംശയിക്കുന്ന വിദേശത്തുള്ള ഇന്ത്യക്കാരെ പിടികൂടാൻ NIA ഇന്റർപോളിന്റെ സഹായം തേടി. അന്വേഷണത്തിന്റെ ഭാഗമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്യാമ്പ് ചെയ്യുകയാണ് കൊച്ചിയിൽ നിന്നുള്ള NIA സംഘം. കേസിൽ കൂടുതൽ അറസ്റ്റുണ്ടാകും. കഴിഞ്ഞ ദിവസം കോടതി NIA കസ്റ്റഡിയിൽ വിട്ട IS ഭീകരൻ സുബ്ഹാനി ഹാജ മൊയ്തീനെ തമിഴ്നാട്ടിലെത്തിച്ച് തെളിവെടുപ്പും നടത്തിയിരുന്നു. NIA കസ്റ്റഡിയിലുള്ള IS പോരാളി സുബ്ഹാനിയെ ചോദ്യം ചെയ്തപ്പോഴാണ് കൂടുതൽ പ്രതികളെക്കുറിച്ച് NIAയ്ക്ക് സൂചന ലഭിച്ചത്. ഇതേ തുടർന്ന് NIA DYSP ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിൽ 3 സംഘങ്ങളായി തിരിഞ്ഞ് അന്വേഷണം തുടങ്ങി. കോയമ്പത്തൂർ, ഹൈദരാബാദ്, കേരളം എന്നിവിടങ്ങളിൽ നിന്നാണ് NIA സംഘം ക്യാമ്പ് ചെയ്ത് അന്വേഷണം നടത്തുന്നത്. NIA അറസ്റ്റ് ചെയ്ത 7 പേരെ കൂടാതെ 4 പേർ കൂടി കസ്റ്റഡിയിലുണ്ട്. ഇവരുടെ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന. സുബ്ഹാനിയെ തിരുനെൽവേലിയിൽ നിന്നും പിടികൂടിയ ശേഷം വിശദമായി ചോദ്യം ചെയ്ത ശേഷമാണ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ 9 ദിവസത്തേക്ക് NIAയുടെ കസ്റ്റഡിയിൽ വിട്ടുകൊണ്ട് കോടതി ഉത്തരവിട്ടിരുന്നു. ഇറാഖിലെത്തിയ സുബ്ഹാനി ISൽ നിന്നും ആയുധ പരിശീലനം നേടുകയും യുദ്ധത്തിൽ പങ്കെടുത്തതായും NIAയ്ക്ക് മൊഴി നൽകിയിട്ടുണ്ട്. ഇയാളെ തിരുനെൽവേലി ഉൾപ്പെടെ തമിഴ്നാട്ടിലെ വിവിധ കേന്ദ്രങ്ങളിലെത്തിച്ച് NIA തെളിവെടുപ്പ് നടത്തി. ഇറാഖിലെ ആയുധ പരിശീലനത്തിനിടെ മലയാളികളെ കണ്ടുമുട്ടിയെന്നും നിരവധി മലയാളികൾ IS ക്യാമ്പിലുണ്ടെന്നും സുബ്ഹാനി ചോദ്യം ചെയ്യലിൽ NIAയോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് IS ബന്ധമുള്ളവരെ കസ്റ്റഡിയിലെടുക്കാൻ NIA ഇന്റർപോളിന്റെ സഹായം തേടിയിരിക്കുന്നത്. സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ വഴി IS പ്രവർത്തനം സജീവമാണെന്ന് വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വിവിധ ഗ്രൂപ്പുകളുടെ പ്രവർത്തനം സംബന്ധിച്ച് സോഷ്യൽ മീഡിയകളിൽ നിന്നും NIA വിവരം ശേഖരിച്ചു വരികയാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഈ വർഷത്തെ സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം കൊളംബിയൻ പ്രസിഡന്റ് യുവാൻ മാനുവൽ സാന്റോസിന്. രാജ്യത്ത് അരനൂറ്റാണ്ട് നീണ്ടുനിന്ന ആഭ്യന്തര കലാപം അവസാനിപ്പിക്കാൻ നടത്തിയ ശ്രമങ്ങൾ പരിഗണിച്ചാണ് പുരസ്കാരം. സാമ്പത്തിക വിദഗ്ധനും മാധ്യമപ്രവർത്തകനുമായിരുന്നു യുവാൻ. കൊളംബിയയിലെ ബൊഗോട്ടയിലായിരുന്നു ജനനം. കൊളംബിയൻ നാവികസേനയിൽ അംഗമായ യുവാൻ കൻസാസ് സർവകലാശാലയിൽ നിന്നും ബിരുദം നേടി. ഹാർവാർഡ് സർവകലാശാലയിലെ ജോൺ എഫ് കെന്നഡി സ്കൂൾ ഓഫ് ഗവൺമെന്റിലായിരുന്നു ഉപരിവിദ്യാഭ്യാസം. പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ മാസ്റ്റർ ബിരുദം നേടി. നാവികസേനയിലെ ജോലി വിട്ടാണ് ഉപരിപഠനത്തിന് പോയത്. യുവാൻ നാഷണൽ ഫെഡറേഷൻ ഓഫ് കോഫി ഗ്രോവേഴ്സ് ഓഫ് കൊളംബിയയുടെ സാമ്പത്തിക ഉപദേഷ്ടാവായിരുന്നു. 1981 കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന എൽ ടിംപോ എന്ന പത്രത്തിന്റെ ഡെപ്യൂട്ടി ഡയറക്ടറായി. 91 കൊളംബിയയുടെ വിദേശ വ്യാപാര വകുപ്പ് മന്ത്രിയായി. കൊളംബിയയുടെ വിദേശ വാണിജ്യ മേഖലയെ വികസിതമാക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. 2006 പ്രതിരോധ വകുപ്പ് മന്ത്രിയായി. സോഷ്യൽ നാഷണൽ യൂണിറ്റി പാർട്ടിയുടെ സ്ഥാപകനും യുവാനാണ്. കൊളംബിയയിലെ ഒളിപ്പോരാളികളെ അടിച്ചമർത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. FARC ഒളിപ്പോരാളികളെ തുരത്താൻ സൈനിക നടപടിക്ക് നേതൃത്വം നൽകിയതും ഇക്കാലത്താണ്. 2012 യുവാന്റെ നേതൃത്വത്തിൽ FARC ഒളിപ്പോരാളികളുമായി സമാധാന ഉടമ്പടി ഉണ്ടാക്കി. രാജ്യത്തു സമാധാനം പുലരാൻ വേണ്ട നടപടിയെടുത്തതിന് ഷാലോം പ്രൈസും യുവാന് ലഭിച്ചിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്.